السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد الفائزين برضا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തു ഫുസ്സിലത്തിലെ 38 ആയത്തുകളാണ് ഇതിനു മുമ്പ് നാം പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ ആകാശ ലോകത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തി അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കരുത്. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യരുത്, സുജൂദ് ചെയ്യരുത്. നിങ്ങളെ പടച്ച, നിങ്ങളെ മുൻഗാമികളെ പടച്ച അതൊക്കെ റഹ്മാനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന അള്ളാഹുവിനെ മാത്രമാകണം എന്ന് ഓർമ്മപ്പെടുത്തി. ആകാശലോകത്തുള്ള ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചതെങ്കിൽ 39ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഭൂമിയിലെ ഭൗതികമായ ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമെന്ന വാദം, അത്തരം ചിന്താഗതി തെറ്റാണെന്നും നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് തന്നെയും മരണത്തോടുകൂടെയാണ്. അവിടെ ഒരു പരലോകം വരാനുണ്ട്, പുനർജീവിതം നിങ്ങൾക്കുണ്ട്, അവിടെ വിചാരണയുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ, നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ഭൗതികമായ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കാണുന്ന വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് പരലോകത്തെ, പുനരുദ്ധാനത്തെ സ്ഥാപിക്കുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير. ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير. ومن آياته അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവന്റെ മാത്രം ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അന്നക, തീർച്ചയായും നീ, തറ, നീ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണിത് പറയുന്നതെങ്കിലും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള അഭിസംബോധന. എല്ലാവരും കാണുന്നു, എല്ലാവരും അറിയുന്നു, എപ്പോഴും നമ്മൾ കാണുന്നു. എന്ത്? അൽ അർള, ഭൂമിയെ നീ കാണുന്നു. ഖാശിഅ, ഒരു ഭയപ്പെട്ടതുപോലെ, അടങ്ങിയിരിക്കുന്നതായി അല്ലെങ്കിൽ ഉണങ്ങിയതായി ഭൂമിയെ നീ കാണുന്നുണ്ട്. ഇപ്പോ മഴയില്ലാതെ ശക്തമായ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു ആയത്ത്. എവിടെ നോക്കിയാലും വെള്ളമില്ല, ഭൂമി മുഴുവനും വരണ്ട് കിടക്കുകയാണ്, അല്ലെ? പുഴകളേതാണെന്ന്, തോടേതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ മുഴുവനും വറ്റി വരണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് എന്താ?
അൽ അർള ഭൂമിയെ നിനക്ക് കാണാം, അൽ ഖാശിഅ ഭയപ്പെട്ടതുപോലെ അടങ്ങിയിരിക്കുന്നതായി കാണാം, ഉണങ്ങിയതായി നിനക്ക് കാണാം. എന്നിട്ടോ ഫഇദാ അൻസൽന ആ അടങ്ങിയ ഉണങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് ഫഇദാ അൻസൽന നാം ഇറക്കിയാൽ അലൈഹ ആ ഉണങ്ങിയ ആ അടങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് നാം ഇറക്കിയാൽ അൽ മാഅ വെള്ളത്തെ ഇറക്കിയും മഴ വർഷിച്ചാൽ മഴ നാം ഇറക്കി തന്നാൽ ആ ഉണങ്ങി നിൽക്കുന്ന അടങ്ങി നിൽക്കുന്ന വറ്റി വരണ്ട് നിൽക്കുന്ന ഭൂമിയെ നിനക്ക് കാണാം. അതിലേക്ക് നാം മഴ വർഷിപ്പിച്ചാൽ വെള്ളം ഇറക്കിയാൽ ഇഹ്തസ്സത്ത് അത് കുതിരുന്നതാണ്, അത് ഇളകുന്നതാണ് ആ ഭൂമി. വറബത്ത് അത് ചേർത്ത് പൊന്തുകയും ചെയ്യും. വളരെ പച്ചപ്പുള്ളതായി നിനക്ക് ആ ഉണങ്ങിയ ഭൂമിയെ കാണാം. എപ്പോൾ ഫഇദാ അൻസൽന അലൈഹ ആ ഉണങ്ങിയ ഭൂമിയിലേക്ക് നാം മഴ വർഷിപ്പിച്ചാൽ അത് നല്ല പച്ചപ്പുള്ളതായി, അത് കുതിർത്ത് നല്ല തളിർത്ത് നിൽക്കുന്നതായി ആ ഭൂമിയെ നിനക്ക് കാണാം. ഇനി അള്ളാഹു പറയുന്നു, നോക്ക്, ഇതെല്ലാവരും കാണുന്നതാണ്, ഇത് നമ്മളൊക്കെ അറിയുന്നതാണ്. മഴ വർഷിപ്പിച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. അതുവരെ പച്ചപ്പുകളില്ല, എല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. ആ ഉണങ്ങിയ ഭൂമിയിലേക്ക് വെള്ളം വന്നാൽ പിന്നീട് പച്ചപ്പുകൾ സസ്യലതാദികളെല്ലാം കിളിർത്തു വരുന്നതായി നിനക്ക് കാണാം. അള്ളാഹു പറയുന്നു. എന്തിനാണ് ഇത് അള്ളാഹു തആല പഠിപ്പിച്ചത്? വാനലോകത്തിലെ ഭൂമി ലോകത്തിലെ ഇത്തരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഈ ഒരു വിഷയം പറയാനാ. ഇന്നല്ലദീ അഹ്യാഹ തീർച്ചയായും അല്ലദീ അഹ്യാഹ അതിനെ ജീവിപ്പിച്ചവൻ, ആ ഉണങ്ങി നിൽക്കുന്ന ഭൂമിയെ ജീവിപ്പിച്ചവൻ, സസ്യങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുത്തവൻ, അത് മുളച്ചു വരുന്നത് അതിന് ജീവൻ കൊടുത്തവൻ, ലമുഹ്യി അൽ മൗത ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്, ലമുഹ്യി ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്, അൽ മൗത മരണപ്പെട്ടവരെ. ഈ ഉണങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ച് ആ ഭൂമിയെയും ഭൂമിയിലുള്ള സസ്യലതാദികൾക്കുമെല്ലാം ശക്തമായ ഒരു ഉണർവും ജീവനും കൊടുക്കുന്ന റബ്ബ് ലമുഹ്യിൽ മൗത മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവനും ആര് തന്നെയാണ്? ആ അല്ലാഹു തന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഇന്നഹു തീർച്ചയായും മാനാഥൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ആ ഉണങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുവാൻ കഴിവുള്ള റബ്ബ് ആ ഉണങ്ങിയ സസ്യലതാദികളെയും ഭൂമികളെയും ഒക്കെ പച്ചപ്പുള്ളതാക്കി ജീവസുറ്റതാക്കി ഉണർവുള്ളതാക്കി മാറ്റാൻ, നല്ല തളിരുള്ള നല്ല ഭൂമിയാക്കി മാറ്റാൻ കഴിയുന്ന റബ്ബ് ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാത്തിനും കഴിയും കേട്ടോ. നിങ്ങളെ മരിപ്പിച്ച് ആ 6 അടി ആഴമുള്ള ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് കൊണ്ടുവരുവാൻ, അവിടെ ജീവനുള്ളതാക്കി മാറ്റാൻ, അവിടെ നിങ്ങളെ വിചാരണ ചെയ്യുവാൻ എല്ലാത്തിനും റഹ്മാനായ റബ്ബിന് കഴിയും എന്ന മഹനീയമായ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉദാഹരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വെറുതെ പറയല്ല അല്ലാഹു തആല, വെറുതെ ഒരു വെറും വാക്ക് പറയല്ല. ആകാശലോകത്തിലും ഭൂമിയിലും ഒക്കെയും അല്ലാഹു തആലാക്ക് മാത്രം കഴിയാവുന്ന അനുഗ്രഹങ്ങളെ, ആ ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. എന്ത്? ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത ഭൂമി അടങ്ങിയിരിക്കുന്നതായി നീ കാണും. എന്നിട്ടതിൽ നാം മഴ വർഷം വെള്ളം ഇറക്കിയാൽ അത് കുതിർന്ന് ഇളകുകയും ചേർക്കുകയും ചെയ്യുന്നു. അതിന് ജീവസ് നൽകുന്നവൻ ആരാണോ ആ അല്ലാഹു തന്നെയാണ്. തീർച്ചയായും മരണപ്പെട്ടവനെ ജീവിപ്പിക്കുന്നവനും അവൻ തന്നെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാറ്റിനും കഴിയുന്ന ഇതൊക്കെ അല്ലാഹു പഠിപ്പിക്കുന്നത് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ അറിയണം, ആ റബ്ബിനെ മനസ്സിലാക്കണം, ആ റബ്ബിനെ ആരാധിക്കുന്നവരായി മാറണം. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് ചെയ്യരുതേ മനുഷ്യരെ എന്ന ശക്തമായിരിക്കുന്ന സന്ദേശം ഈ ആയത്തുകളിലൂടെ നൽകുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിനാ ലാ യഖ്ഫൗന അലൈനാ അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ ഇഅ്മലൂ മാ ശിഅ്തും ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായ ദൃഷ്ടാന്തം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് നമ്മോട് പറയുന്നത്, മരിച്ചു മണ്ണായ ശരീരങ്ങളെ അള്ളാഹുവിന് കഴിയുന്നവനാണ് വീണ്ടും ജീവിപ്പിക്കുവാൻ. അപ്പോൾ എവിടേക്ക് നോക്കിയാലും മേലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും ചുറ്റുഭാഗത്തേക്ക് നോക്കിയാലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ കഴിയുക എന്ന ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. 40-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്, ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ യുൽഹിദൂന അവർ കുത്തിപ്പറയുന്നവരാണ്, അല്ലെങ്കിൽ അവർ തെറ്റിക്കളയുന്നവരാണ്,
എന്തിൽ നിന്ന് തെറ്റിക്കളയുന്നവർ ഫി ആയാതിന നമ്മുടെ ആയത്തുകളിൽ നിന്ന് തെറ്റിക്കളയുന്ന, അതല്ലെങ്കിൽ അതിനെ ഇല്ലെന്ന് പറയുന്ന, ആ വിഷയത്തിൽ വക്രത കാണിക്കുന്ന ആളുകൾ ലാ യഖ്ഫൗന അവർക്ക് അജ്ഞാതമല്ല, അവർ മറഞ്ഞു പോവുകയില്ല അലൈന നമ്മുടെ മേൽ, ഒരിക്കലും അവർ മറഞ്ഞു പോവുകയോ അവരെ കാണാതിരിക്കുകയോ ചെയ്യുകയില്ല. ആരെ? അള്ളാഹുവിന്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും പഠിപ്പിച്ചു തന്നിട്ടും അതിൽ നിന്ന് തെറ്റിക്കളയുന്ന, ആ വിഷയത്തെക്കുറിച്ച് വക്രത കാണിക്കുന്ന ആളുകൾ ഒരിക്കലും അവർ മറഞ്ഞു പോവുകയില്ല അലൈന നമുക്കവർ മറഞ്ഞു പോവുകയില്ല, അവരെ നാം കാണാതെ പോവുകയില്ല, അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. നമ്മുടെ കണ്ണുകളിൽ നിന്ന്, നമ്മുടെ ദൃഷ്ടികളിൽ നിന്ന് അവർക്കൊരിക്കലും നമ്മെ കാണാതെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത് അഫമൻ യുൽഖാ ഫിന്നാർ, നരകത്തിൽ ഇടപെടുന്ന ഒരുവനാണോ? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, നരകത്തിൽ ഇടപെടുന്ന ഒരാളാണോ ഖൈറുൻ ഉത്തമം, അമ്മൻ യഅതി അല്ലെങ്കിൽ ഒരുവനാണോ യഅതി അവൻ വരും ആമിനൻ നിർഭയനായിക്കൊണ്ട് യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ. അപ്പൊ ഖിയാമത്ത് നാളിൽ നിർഭയനായ നിലയിൽ വരുന്നവനാണോ, നരകത്തിൽ ഇടപെടുന്ന ഒരുവനാണോ ഉത്തമൻ? അല്ലാഹു ചോദിക്കുന്നു. തെറ്റുകൾ ചെയ്യുന്നവനും തെറ്റുകൾ ചെയ്യാത്തവനും, ധർമ്മം ചെയ്യുന്നവനും അധർമ്മം ചെയ്യുന്നവനും, നല്ല നിലക്ക് ജീവിക്കുന്നവനും തെറ്റായ നിലക്ക് ജീവിക്കുന്നവനും, അല്ലാഹുവിന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളും കാണുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ റഹ്മാനായ റബ്ബിന് മാത്രം ചെയ്യാവുന്ന കാര്യമാണ്, അതിലൊരു മനുഷ്യന്റെയോ മറ്റുള്ള ആളുകളെയോ ഇടപെടലുകൾ ഇല്ലെന്ന് കൃത്യമായി മനസ്സിലാക്കി റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആ വളരെ നിർഭയത്വത്തോടുകൂടെ, ഏറെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, നിർഭയത്വത്തോടുകൂടെ ഖിയാമത്ത് നാളിൽ റഹ്മാനായ റബ്ബിങ്കലേക്ക് വരുന്ന സത്യവിശ്വാസികളും അതേ പ്രകാരം നരകത്തിലേക്ക് ഇടപെടുന്ന ആളുകളും സമമാകുമോ? രണ്ടുപേരും ഒരുപോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് യഅമലൂ മാ ശഅ്തും ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വക്രത കാണിക്കുന്നവർ നമുക്ക് കാണാൻ കഴിയാതെ നിശ്ചയമായും ഒരിക്കലും അവർ മറഞ്ഞു പോവുകയില്ല. എന്നാൽ നരകത്തിൽ ഇടപെടുന്ന ഒരുവനോ ഉത്തമൻ, അതല്ല ഖിയാമത്ത് നാളിൽ നിർഭയനായ നിലയിൽ വരുന്നവനോ എന്ന് അല്ലാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെയല്ല. നരകത്തിൽ ഇടപെടുന്നവനേക്കാളും എത്രയോ വലിയ ഉത്തമനാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത് യഅമലൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വക്രത കാണിക്കുന്ന വക്രന്മാരെ, വക്രത കാണിക്കുന്ന ആളുകളെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിക്കുക. മാശിഅ്തും, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ കാണിച്ചു തന്നിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അള്ളാഹുവിനെ നിഷേധിച്ച് ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ്, ആകാശവും ഭൂമിയും ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കലും ആ സമയത്ത് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിക്ക് പച്ചപ്പുണ്ടാകുന്നതുമൊക്കെ വെറുതെ ഉണ്ടാകുന്നതാണ് എന്നതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അതിനനുസരിച്ചു കൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഇന്നഹു ബിമാ തഅമലൂന. പക്ഷേ നിങ്ങൾ ഒരു കാര്യം അറിയണം, ഇന്നഹു തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട് ബസീർ എല്ലാം അവൻ കാണുന്നുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടായാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടും അല്ലാഹുവിനെ അനുസരിക്കാതെ ധിക്കാരികളായി, തോന്നിവാസികളായി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അള്ളാഹു ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വക്രന്മാരെ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഇന്നഹു ബിമാ തഅമലൂന നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ബസീർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കണ്ടറിയുന്നുണ്ട്, അവൻ നോക്കിക്കാണുന്നുണ്ട്. എല്ലാറ്റിനും കൃത്യമായ ശിക്ഷകളും രക്ഷകളും നാളെ പരലോകത്തുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലും ആകാശങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും ഇത്തരം ആയത്തുകൾ, ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് റഹ്മാനായ റബ്ബിങ്കലേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നുവെങ്കിൽ ഇനിയുള്ള ശിഷ്ട ജീവിതമെങ്കിലും ആ ആയത്തുകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റഹ്മാനായ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകണം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്ന ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് ആരാധിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും നേടുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.